വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ക്രെഡിറ്റിനെ ചൊല്ലി ചിലർ ക്യാപ്റ്റൻ വിളികളും മേജർ വിളികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഗുണം ചെയ്യുമോ? ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണന, ഇതിനെതിരെയുള്ളൊരു വലിയ വിധിയെഴുത്ത് കൂടിയാണ്. അതിലെ മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്കാണ്. മാത്രമല്ല, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ UDF നേതാക്കന്മാർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. എല്ലാ UDF നേതാക്കന്മാരും, അത് UDF നേതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാൻ പറയും, KC വേണുഗോപാൽ അതിനൊക്കെ മുഖ്യ കാർമ്മികനെ പോലെ നേതൃത്വം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതേപോലെ തന്നെ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ മുൻ KPCC പ്രസിഡന്റുമാർ, മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, NK പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ, ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ MLA മാർ, നേതാക്കന്മാർ, രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ യുവജന വിഭാഗത്തിലെ നമ്മുടെ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, അതുപോലെ PK ഫിറോസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ജബി മേത്തറും, അതേപോലെ വനിതാ ലീഗിൻ്റെ പിന്നെ സുഹ്റാം അമ്പാടും അടക്കമുള്ള ഒരു വലിയ നേതൃനിര. അതുപോലെ തന്നെ ഇലക്ഷൻ മുഴുവൻ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ നിയന്ത്രിച്ചു പോകുന്നത്, അതിനെ ചുക്കാൻ പിടിച്ച് പോന്ന ശ്രീ AP അനിൽകുമാറും ശ്രീ VS ജോയിയും, അങ്ങനെയുള്ള എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു നേതൃത്വം. മുൻ KPCC പ്രസിഡന്റുമാർ VM സുധീരൻ, അതേപോലെ K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ, എല്ലാവരും, MM ഹസൻ, ബെന്നി ബഹനാൻ, KC ജോസഫ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ നേതൃനിര. പിന്നെ കോൺഗ്രസിൻ്റെ MLA മാർ, എൻ്റെ കൂടെയുള്ള ഞങ്ങൾ ഒരുമിച്ചുള്ള KPCCയുടെ ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, മുൻ MP മാർ, മുൻ MLA മാർ, എല്ലാവരുടെയും കൂട്ടമായ ഒരു നേതൃത്വത്തിൻ്റെ ഫലം കൂടിയാണ് നേതൃത്വം നൽകിയത്. ഇത് പൂർണ്ണമായും UDFന് ഉണ്ടാക്കിയ വിജയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ളത് ഈ കൂട്ടമായ നേതൃത്വമാണ്. യുവ MLA മാരടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് ക്രെഡിറ്റ് ജനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാർട്ടിക്ക് അണികൾക്കത്ര രസിക്കില്ല എന്ന് അവർ തുറന്നു പറയുക. ഞാൻ കണ്ടിട്ടില്ല. അത്തരം വാർത്തകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഇതിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് എന്താ പറയുക, താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അത് നൽകിയൊരു വലിയ ആവേശമുണ്ട്. ഇവരുടെ സാന്നിധ്യം, ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ, ഇവരുടെ കൃത്യമായ എന്താ പറയുക വിലയിരുത്തലുകൾ, അതനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെയുള്ള പ്രതിവിധികൾ, വലിയ ആവേശമാണ് നിലമ്പൂരിലുണ്ടായത്. ആ ആവേശം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്തും പ്രവർത്തകരുടെ മാത്രമല്ല, ഈ കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിലമ്പൂരിലെ പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രയത്നം, അതിൻ്റെയും കൂടി ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ്.